നമുക്ക് അനുകൂലം തന്നെയല്ലേ? മഹാരാജാവ് ക്ഷമിക്കണം, പുറത്തു നിന്നുള്ള വാർത്തകൾ തീരെ ശുഭകരമല്ല. കംസൻ ഒരു യുദ്ധവും പ്രഖ്യാപിച്ചിട്ടില്ല. അതുകൊണ്ട് പരാജയ ഭീതി ഒട്ടുമില്ല. തുറന്നു പറയൂ. പ്രഭു, കൃഷ്ണൻ നിസ്സാരനല്ല. നമ്മുടെ പ്രിയപ്പെട്ട കുവലയപീഠം എന്ന കരിവീരനെ കൃഷ്ണൻ കൊന്നുതള്ളിയിരിക്കുന്നു. മഹാമല്ലന്മാരായ ചാണ്ടൂരനും മുഷ്ടികനും വധിക്കപ്പെട്ടിരിക്കുന്നു. കൃഷ്ണൻ അങ്ങേ ലക്ഷ്യം വെച്ച് ഈ കൊട്ടാരത്തിലേക്ക് വരാൻ പോകുന്നു. അസാധ്യം. വെറും ഒരു ഇടയപാലൻ എന്റെ സൈന്യത്തെ തോൽപ്പിച്ചെന്നോ? സുനീത, സൈന്യാധിപന്മാരോട് നമ്മെ മുഖം കാണിക്കുവാൻ പറയൂ. അവരെല്ലാം ആയുധം വെച്ച് കീഴടങ്ങിക്കഴിഞ്ഞു. ബാക്കിയുള്ളവർ ഭയന്ന് വിറച്ച് ജീവനും കൊണ്ട് ഓടിയിരിക്കുന്നു. ആ കാലിച്ചെറുക്കനെ പേടിച്ച് സൈന്യം പിൻവാങ്ങിയെന്നോ? അടിയൻ എന്താണ് വേണ്ടതെന്ന് കൽപ്പിച്ചാലും. കൽപ്പന വ്യക്തമാണ്. കൃഷ്ണൻ ഈ കൊട്ടാരത്തിൽ കാലുകുത്തിയാൽ പിന്നെ ജീവനോടെ മടങ്ങരുത്. മധുരയിലെ മണ്ണിൽ അവൻ അന്ത്യവിശ്രമ സ്ഥലം ഒരുക്കണം. ഉത്തരവ് പ്രഭു. ആ മുരളീനാഥം മധുരയിൽ മുഴങ്ങില്ല. അതിന് ഈ സുനീതൻ അനുവദിക്കില്ല. പ്രഭു, സർവവും തകർത്തെറിഞ്ഞുകൊണ്ട് ശ്രീകൃഷ്ണൻ ഈ കൊട്ടാരം ലക്ഷ്യമാക്കി വരുന്നു. ഞങ്ങൾ എന്താണ് വേണ്ടതെന്ന് കൽപ്പിച്ചാലും. ഈ കൽപ്പനയില്ല. പൊയ്ക്കോളൂ. ഈ നിസാര കാര്യത്തിന് കംസൻ ധാരാളം മതി. ഇതാ ഞാൻ വരുന്നു അന്തിമ യുദ്ധത്തിന്. യുദ്ധഭൂമിയിലേക്ക് ഈ കംസൻ ഇറങ്ങുകയാണ്. യുദ്ധഭൂമിയിലേക്ക് വരാൻ നീ വെപ്രാളപ്പെടണ്ട. നിന്റെ ശത്രു ഇതാ നിന്റെ കൊട്ടാരത്തിനകത്ത്. എടാ ഇടയച്ചെറുക്ക, നിന്ന് വാചക കസർത്തടിക്കാതെ പോയി പശുക്കളെ മേച്ചോളൂ. കംസനോട് ഏറ്റുമുട്ടിയാൽ നിന്റെ അസ്ഥി പോലും ബാക്കിയാവില്ല. വെല്ലുവിളി മതിയാക്കും. എന്റെ 6 സഹോദരങ്ങളെ വധിച്ചവനാണ് നീ. എന്റെ മാതാപിതാക്കളെ തടവറയിലിട്ട് പീഡിപ്പിച്ചത് വർഷങ്ങളോളമാണ്. അധർമ്മത്തിനെതിരെ ധർമ്മം വിജയം നേടും. മഹാവിഷ്ണുവിന്റെ അവതാരമാണ് കൃഷ്ണനെങ്കിൽ കംസവധമാണ് കൃഷ്ണന്റെ ജീവിത ലക്ഷ്യം. എനിക്കത് പൂർത്തീകരിച്ചേ മതിയാവും. ലോക നന്മയ്ക്കായി ഇതാ കൃഷ്ണൻ കംസവധം നടപ്പാക്കുന്നു. മരിക്കാൻ തയ്യാറായിക്കോളൂ കംസ. നിന്റെ മാതാവിന്റെ 8 മക്കളിൽ 6നെയും ഞാൻ പാറയിലടിച്ചാണ് വധിച്ചത്. ഉദരമാറ്റത്തിലൂടെ ബലരാമൻ രക്ഷപ്പെട്ടു. 8ാമനായ നിന്നെ ഒരു കുട്ടയിലാക്കി നിന്റെ അച്ഛൻ നാടുകടത്തിയപ്പോൾ പരാജയത്തിന്റെ രുചി ഈ കംസൻ ആദ്യമായി അറിഞ്ഞു. ഇനിയില്ല. നിന്നെയും കാലിൽ തൂക്കി പാറയിലടിച്ചു കൊല്ലാൻ ഇപ്പോഴും ഈ കംസന് മനക്കരുത്തും കൈക്കരുത്തും ഉണ്ട്. സംസാരം മതിയാക്കും. യുദ്ധത്തിന് വാ. അധർമ്മത്തിന്റെ കറുത്ത നിഴൽ മാഞ്ഞു പോയിരിക്കുന്നു. ധർമ്മത്തെയും സ്നേഹത്തെയും ചവിട്ടിമതിച്ച് അഹങ്കാരം കൊണ്ട് ഗോപുരം തീർത്ത കംസന്റെ അന്ത്യം സംഭവിച്ചു കഴിഞ്ഞു. അധികാരം എന്നത് ഭരിക്കാനുള്ളതല്ല, സംരക്ഷിക്കാനുള്ളതാണെന്ന് ഇനിയുള്ള കാലം ലോകം പഠിക്കട്ടെ. ഇനി സ്നേഹത്തിന്റെ കാലം, സമാധാനത്തിന്റെ കാലം, സൗഹൃദത്തിന്റെ കാലം. സ്മിത വണ്ടു, സാങ്കേതിക സഹായം വിപിൻദാസ് വിളൂർ, ശബ്ദ സാന്നിധ്യം വിജയൻ കാരന്തോ, വിനോദ് പിലാശ്ശേരി, ഗംഗാധരൻ ആഞ്ഞടത്ത്, പ്രദീപ് മാശ്ശേരി, സുദേശ് ആശ്രയം, ആനന്ദൻ മൂക്കൽ, ജലജ പ്രകാശ്, പ്രമീള സുബാനം, രാഗിന്ദ സുരേഷ്. അവതരണം വിളൂർ ഭഗവതി ക്രിയേഷൻസ്. രചന സംവിധാനം സോപാനം ബാബുരാജ്. അരങ്ങിലെ താരങ്ങൾ പ്രിയൻ കുന്നുമംഗലം, നിലീഷ് എം,
ബിജു കീപ്പോട്ടി, രജീഷ്, അനിൽകുമാർ കൊല്ലവള്ളി, ജയപ്രകാശ് വെള്ളൂർ, മോഹൻദാസ് കുഞ്ഞുമംഗലം, സുദർശൻ വെള്ളൂരിടത്തിൽ, രാഗിത സുരേഷ്, വിജില ലിനീഷ്, ശില്പ വിജീഷ്, തനിജ ശ്രീനിഷ്, സിദ്ധാർത്ഥ് ശ്രീനിഷ്, നിഹാൽ നിഹാരം, ലയ കൃഷ്ണ, വൈഗ സതീഷ്, അശ്വന്ത് കൃഷ്ണ, അനയ വിജേഷ്. ഒരു പിടി അമി ഇവിടെ തുടരുന്നു. ആരുമില്ല. എവിടെ ഒരു ചുക്കും ചുണ്ണാമ്പും ഇല്ലല്ലോ. ഒന്ന് പതുക്കെ പറയണോ? ശാർങ്ങധരൻ, അതാണ് ശരി. അതാണോ ശരി? എന്നാലും എന്തൊരു പേരാ നിന്റേത്. ആരാ നിനക്ക് ഈ പേരിട്ടത്? എന്റെ അച്ഛൻ ശാർങ്ങധര കടാവൻ. അയ്യോ, എനിക്ക് നിന്റെ അച്ഛന്റെ പേരൊന്നും ചോദിക്കാൻ തോന്നാഞ്ഞത് നന്നായി. അല്ലെങ്കിൽ അത് പറഞ്ഞു തീരുമ്പോഴേക്കും നേരം വെളുക്കേനെ. നേരം വെളുത്താ പ്രശ്നല്ലേ? വീട്ടുകാരുണർന്ന് മുറ്റടിക്കാനോ മറ്റോ പുറത്തേക്ക് വന്നാ നമ്മളെ കാണില്ലേ? കണ്ടാ പ്രശ്നമൊന്നുമില്ല. മുറ്റമടിക്കുന്ന ശോധന കൊണ്ട് നെടുമ്പുറ അടിച്ചു പൊളിക്കും, അത്രേ ഉള്ളൂ. എന്നാ വേഗം തപ്പിക്കോ. പണപ്പെട്ടിയോ ആഭരണപ്പെട്ടിയോ കിട്ടിയാൽ രക്ഷപ്പെട്ടു. പൊട്ടത്ര ഒരു അലങ്കാരമാക്കല ചങ്ങായി. ഈ കുടിയിൽ എന്ത് സ്വർണം? വല്ല ചക്കയോ മാങ്ങയോ കിട്ടിയാലായി. അയ്യോ, ചക്കയും മാങ്ങയൊക്കെ എന്റെ ഗ്രഹത്തിൽ വേണ്ടോളുണ്ട്. അതിനു വേണ്ടിയാണോ നമ്മൾ ഈ പാതിരായ്ക്ക് കഷ്ടപ്പെടുന്നത്? ഓ, പിന്നെ വലിയ കഷ്ടപ്പാട് തന്നെ. ഓരോരുത്തർ കഷ്ടപ്പെട്ട് ധനം സങ്കേരിക്കുന്നു, നമ്മൾ അത് എളുപ്പത്തിൽ കൈക്കലാക്കുന്നു. അതുകൊണ്ടല്ലേ നമ്മൾ ഈ നാട്ടിലെ പ്രധാന തസ്കരന്മാരായത്. അതുകൊണ്ട് തന്നെയാണല്ലോ നമ്മുടെ നെടുമ്പുറം ഇടയ്ക്കിടയ്ക്ക് നാട്ടുകാരെ അടിച്ചു പരത്തുന്നത്. ശ്രീകുമാര, വർത്താനം നിർത്ത്. വല്ലതും കിട്ടുമോ എന്ന് നോക്കാം. ഏയ്, പണമാണെന്ന് തോന്നുന്നില്ല. നോക്കട്ടെ നോക്കട്ടെ. പണമല്ല, പണമല്ല, സ്വർണ്ണാവും. എന്തായാലും പൊതി അയച്ചു നോക്കിയാ പോരെ? ഞാനത്. എടാ പൊട്ട, വെല്ലുവിളി നടത്താൻ തടി തപ്പിക്കൂ. എടാ കാട്ടുകാലന്മാരെ, അത് കൊണ്ടുപോവാനാ. നീയൊന്നും ഒരു കാലത്തും ഗുണം പിടിക്കൂല. നേരം വെളുത്ത തിന്നാൻ കൊണ്ടുവച്ച ഒരു പിടി അവിലും നീ കൊണ്ടുപോയെന്നോടാ. ഇത് തിന്നുന്ന നീയൊന്നും ഒരു കാലത്തും ഗതി പിടിക്കൂല. പട്ടിണി കിടന്ന് കിടന്ന് നീയൊക്കെ നരകിക്കും. നീയും നിന്റെ കുടുംബവും നിത്യദാരിദ്ര്യത്തിൽ ഉടലും. ഇത് ഈ വൃദ്ധയുടെ ശാപം. ഓടി ഓടി ഒരു വിധായി. എത്ര നേരം ഓടിയെന്നോ, എത്ര ദൂരം ഓടിയെന്നോ ഒരു പിടിയില്ല. അയ്യോ, അമ്മേ, ഏതായാലും നേരം വെളുത്തല്ലോ, അത് തന്നെ സമാധാനം. അല്ല, ഇതേതാ ആശ്രമം? ആർക്കറിയാം. ഇന്നലെ മോഷ്ടിക്കാൻ കയറിയ കുടില് പോലെ തന്നെ ഉണ്ട്. ഇവിടെയും ദാരിദ്ര്യമാണെന്നാ തോന്നുന്നത്. ആ കേവിയുടെ ശാപം ചെവിയിൽ വന്ന് അരയ്ക്കുന്നത് പോലെ. പട്ടിണി കിടന്ന് കിടന്ന് നീയൊക്കെ നരകിക്കും. നീയും നിന്റെ കുടുംബവും നിത്യദാരിദ്ര്യത്തിൽ ഉടലും. ഇത് ഈ വൃദ്ധയുടെ ശാപം. ഈ പുതിയ അവിരെ തിന്നാൽ നിത്യദാരിദ്ര്യത്തിലാകുമെന്ന് എന്താ ചെയ്യ? എന്ത് ചെയ്യാൻ? ഈ പൊതി ഇവിടെ ഉപേക്ഷിക്ക. നീയാണെങ്കില് പൊതി ഉപേക്ഷിക്കാതെയാണ് ഓടിയത്. പൊതിയിലാണെങ്കില് വെറും ഒരു പിടി അവിലും. ഇത് ഈ വൃദ്ധയുടെ ശാപം. ഇതെന്താ
ഈ അവിലിനെ പറ്റി പറയുമ്പോഴൊക്കെ ഒരു വല്ലാത്ത ശബ്ദം. നീ ഇത് ഇവിടെ ഉപേക്ഷിച്ചോളൂ. ഉപേക്ഷിക്കാം. പക്ഷേ എന്ത് പക്ഷേ? സ്വമേധയായി ഈ ഭക്ഷണം ആരെങ്കിലും സന്തോഷത്തോടെ സ്വീകരിച്ചില്ലെങ്കിൽ ശാപം നമുക്ക് തന്നെ തിരിച്ചു വന്നാലോ? അങ്ങനെ സംഭവിക്കൂ? സംഭവിക്കാമെന്നേ ഞാൻ പറഞ്ഞുള്ളൂ. സുധാമാവേ, അസ്ത്രശസ്ത്ര വിദ്യകളിൽ നിന്റെ കഴിവ് പ്രശംസനീയം തന്നെ. കണ്ണനെ കവച്ചു വെക്കാൻ ഈ സുധാമാവിന് കഴിവില്ലേ? കണ്ണ, ജനിച്ചപ്പോൾ തന്നെ അത്ഭുതങ്ങൾ കാണിച്ചവനാണ് നീ. ഇനി എന്തെല്ലാം ലീലകൾ കണ്ണനിൽ നിന്നും ലോകം അറിയാനിരിക്കുന്നു. എന്നെ ഇങ്ങനെ പുകഴ്ത്തല്ലേ ചങ്ങാതി. എനിക്ക് അഹങ്കാരം വന്ന് ഭവിച്ചാലോ? അഹങ്കാരിയായ ഒരുവൻ ലോകനാശകനാകും. അത് കണ്ണനായാലും കണ്ണന്റെ പ്രിയ ചങ്ങാതി സുധാമാവായാലും. സമ്മതിച്ചിരിക്കുന്നു കണ്ണ ഈ വാക്കുകൾ. ഇതൊക്കെ വരും കാലങ്ങളിൽ വലിയ ഉപദേശങ്ങളായി മാലോകർ കേൾക്കാൻ ഇടവരട്ടെ. എന്റെ സുഹൃത്തിന്റെ ഈ വാക്കുകൾ സത്യമാകട്ടെ. എന്താണ്, ഇഷ്ടത്തോഴന്മാർ പരസ്പരം ഉപദേശത്തിലാണല്ലോ. എന്താണ് വിഷയം? മാതാവേ, സാന്ദീപനി മഹർഷിയുടെ പ്രിയ ശിഷ്യന്മാർക്ക് എന്താണ് പറയാനുള്ളത്? ഗുരുവിന്റെ ഉപദേശങ്ങൾ ശിരസാ വഹിക്കാനല്ലാതെ. ശരി ശരി, പെട്ടെന്ന് പോയി ഹോമത്തിനുള്ള വിറക് ശേഖരിച്ചു വരൂ. ഇത് കുറച്ച് അവിലാണല്ലോ. ഇതാരാണ് ഇവിടെ വെച്ചിരിക്കുന്നത്? അറിയില്ല മാതാവേ, ഞങ്ങളും ഇപ്പോഴാണ് കാണുന്നത്. ഏതായാലും നിങ്ങൾ കൊണ്ടുപോയിക്കോളൂ. വഴിയിൽ വെച്ച് കഴിക്കാമല്ലോ. പട്ടിണി കിടന്ന് കിടന്ന് നീയൊക്കെ നരകിക്കും. നീയും നിന്റെ കുടുംബവും നിത്യദാരിദ്ര്യത്തിൽ ഉഴലും. ഇത് ഈ വൃദ്ധയുടെ ശാപം. എന്താ ചങ്ങാതി ഒരു സംശയം പോലെ? വാങ്ങൂ. രക്ഷപ്പെട്ടു. പാപം പിടിച്ച അവില് കുട്ടികൾ സ്വമേധയാ സ്വീകരിച്ചു. പക്ഷേ പൊതി സ്വീകരിച്ചവൻ എന്തോ ഒരു സംശയമുള്ളത് പോലൊരു ഭാവം. നീ അത് ശ്രദ്ധിച്ചോ? അത് ശരിയാ, അവൻ കുറച്ച് ആലോചിച്ചു. അത് നോക്കണ്ട. എന്തായാലും നമ്മൾ രക്ഷപ്പെട്ടല്ലോ, അത് മതി. നീ വാ. ഹോമത്തിനാവശ്യമായ വിറക് നമ്മൾ ശേഖരിച്ചു കഴിഞ്ഞു. നമ്മുടെ ആശ്രമ ജീവിതത്തിലെ അവസാന ദിനമാണിന്ന്. കുറെ നേരമായി നമ്മൾ ആശ്രമത്തിൽ നിന്ന് പോന്നിട്ട് വല്ലാത്ത വിശപ്പും ദാഹവും. ആശ്രമ മാതാവ് തന്നയച്ച ഒരു പിടി അവിലുണ്ടല്ലോ മടിശീലയിൽ. നമ്മളത് കഴിച്ചാലോ? ശരിയാണ്, നമ്മളുടെ വിശപ്പിന് താൽക്കാലികമായ ശമനം അതുകൊണ്ടുണ്ടാകും. എങ്കിൽ വേഗം എടുക്കൂ ചങ്ങാതി. പട്ടിണി കിടന്ന് കിടന്ന് നീയൊക്കെ നരകിക്കും. നീയും നിന്റെ കുടുംബവും നിത്യദാരിദ്ര്യത്തിൽ ഉഴലും. ഇത് ഈ വൃദ്ധയുടെ ശാപം. നല്ല സതീർത്ഥ്യം തന്നെ. വിശപ്പിന്റെ കാഠിന്യത്തിൽ ഈ കണ്ണനെ മറന്നു. സാരമില്ല, നമുക്ക് മടങ്ങാം. വിറക് ശേഖരിക്കാൻ പോയത് മുതൽ ദേവി വളരെ വിഷാദത്തിലാണല്ലോ. എന്താണ് കാരണം? ശരിയാണ്, അവരുടെ ആശ്രമ ജീവിതം ഇന്ന് അവസാനിക്കുകയാണ്. സ്വാമി, നമ്മുടെ മകൻ ഇന്നുണ്ടായിരുന്നെങ്കിൽ ഇവരുടെ കൂടെ ഗുരുകുല വിദ്യാഭ്യാസം പൂർത്തിയാക്കുമായിരുന്നില്ലേ? ശരിയാണ് ദേവി. 64 ദിനങ്ങൾ കൊണ്ട് 64 കലകളും സ്വായത്തമാക്കിയ അവരെ ശിഷ്യന്മാരായി കിട്ടിയ ഞാൻ എത്ര ഭാഗ്യവാനാണ്. സ്വാമി, ഞാനൊരു കാര്യം പറഞ്ഞാൽ അങ്ങ് കോപിക്കരുത്. ഒരമ്മയുടെ ഹൃദയത്തിൽ നിന്നുള്ള അപേക്ഷയായി ഇതിനെ കാണണം. പറയൂ ദേവി, മനസ്സിലുള്ളത്
എന്നോട് പറയാൻ എന്തിനാണ് മടിക്കുന്നത്? തുറന്നു പറഞ്ഞോളൂ. അങ്ങയുടെ ശിഷ്യന്മാരോട് ഗുരുദക്ഷിണ സ്വീകരിക്കേണ്ടത് ഇന്നല്ലേ? അതെ, പക്ഷേ ദേവചൈതന്യമുള്ള അവരോട് ഞാൻ എന്ത് ചോദിക്കും? വർഷങ്ങൾക്ക് മുമ്പ് പ്രഭാസ തീർത്ഥത്തിൽ വെച്ച് നമുക്ക് നഷ്ടപ്പെട്ട നമ്മുടെ പ്രിയപുത്രൻ. ആ മുഖം ഇന്നും എന്റെ ഉള്ളിൽ ഒരു കനലായി നീറിപ്പുകയുന്നു. നമ്മുടെ പുത്രനെ കണ്ടെത്തി നമുക്ക് തരാൻ കൃഷ്ണന് സാധിക്കുമെന്ന് എനിക്ക് ഉറപ്പുണ്ട്. ദേവി, എന്താണ് ഈ പറയുന്നത്? മരിച്ചുപോയ ഒരാളെ തിരിച്ചു കൊണ്ടുവരുന്നത് അസാധ്യമായ കാര്യമല്ലേ? അത് പ്രകൃതി നിയമത്തിന് വിരുദ്ധവുമല്ലേ? ആയിരിക്കാം, പക്ഷേ ഒരമ്മയുടെ വേദന അങ്ങ് തിരിച്ചറിയണം. മാത്രമല്ല, കരുണാമയനായ കണ്ണന് അത് സാധ്യമായിരിക്കുകയും ചെയ്യും. എനിക്ക് എന്റെ മകനെ ഒരിക്കൽ കൂടി കാണണം, ഒരിക്കൽ കൂടി കാണണം. നിന്റെ മാതൃഹൃദയത്തിന്റെ വേദന ഞാൻ അറിയുന്നു. മക്കളെ നഷ്ടപ്പെട്ടവരനുഭവിക്കുന്നതിനേക്കാൾ വലിയ വേദന ഈ ഭൂമിയിൽ ഇല്ലെന്ന് ഞാൻ അറിയുന്നു. കൃഷ്ണൻ സാക്ഷാൽ മഹാവിഷ്ണുവിന്റെ അവതാരമെങ്കിൽ ഇതിനൊരു വഴി തെളിയും. ദക്ഷിണയായി നമ്മുടെ മകനെ തന്നെ ഞാൻ ചോദിക്കാം. കണ്ണ, ശ്രദ്ധിച്ചു നടക്കൂ. അതാ കണ്ണനും സുധാമാവും വരുന്നു. അങ്ങയുടെ ശിക്ഷണത്തിൽ സകല വിദ്യകളും ഞങ്ങൾ അഭ്യസിച്ചു കഴിഞ്ഞിരിക്കുന്നു. ഇനി വേണ്ടത് അങ്ങയുടെ അനുഗ്രഹം മാത്രം. എന്താണ് അങ്ങേക്ക് ഞങ്ങൾ ഗുരുദക്ഷിണയായി നൽകേണ്ടത്? കുമാരന്മാരെ, നിങ്ങളുടെ ഭക്തിയിലും വിനയത്തിലും ഞാൻ സംതൃപ്തനാണ്. സാധാരണയായി ഗുരു ദക്ഷിണ ചോദിക്കാറില്ല. പക്ഷേ ഇന്ന് എന്റെ ധർമ്മഭക്തിയുടെ ആഗ്രഹം മാനിച്ച് ഞാനൊരു ഗുരുദക്ഷിണ ചോദിക്കുകയാണ്. കൃഷ്ണ, വർഷങ്ങൾക്ക് മുൻപ് പ്രഭാസ തീർത്ഥത്തിൽ നിന്ന് കടൽ കൊണ്ടുപോയ ഞങ്ങളുടെ മകനെ തിരിച്ചു തരാൻ അങ്ങേക്കാകുമോ? അതായിരിക്കും ഞങ്ങൾക്ക് ലഭിക്കാവുന്ന ഏറ്റവും വലിയ ഗുരുദക്ഷിണ. മാതാവേ, പ്രകൃതി നിയമത്തിനെതിരായ കാര്യമാണ് അങ്ങ് ആവശ്യപ്പെടുന്നത്. സുധാമാവേ, ഈ അമ്മയുടെ കണ്ണുനീർ കാണാതെ പോയാൽ നമ്മുടെ വിദ്യാഭ്യാസത്തിന് എന്ത് പ്രസക്തി? സമുദ്രദേവനായാലും യമരാജനായാലും എന്റെ ഗുരുപുത്രനെ തടഞ്ഞു വെക്കാൻ ആർക്കും സാധ്യമല്ല. അങ്ങയുടെ പുത്രനെ ഞങ്ങൾ ജീവനോടെ ഈ പർമ്മശാലയിൽ എത്തിച്ചിരിക്കും. ഈ മാതാവിന്റെയും പിതാവിന്റെയും തീരാവേദനയ്ക്ക് അറുതി വരുത്തുവാൻ ഞങ്ങൾ ഇതാ പുറപ്പെടുന്നു. അനുഗ്രഹിച്ചാൽ. പുനർദത്തനെ കാണാതായത്. പഞ്ചജനൻ എന്ന അസുരൻ ശങ്കിന്റെ രൂപത്തിൽ വന്ന് കുട്ടിയെ തട്ടിയെടുത്ത് കടലിലേക്ക് മറയുകയായിരുന്നു. ഗുരുദക്ഷിണയായി കണ്ണൻ യമപുരിയിൽ ചെന്ന് പുനർദത്തനെ തിരികെ കൊണ്ടുവന്ന് മഹർഷിക്ക് നൽകി. ഈ യാത്രയിലാണ് ഭഗവാൻ ശ്രീകൃഷ്ണന് പാഞ്ചജന്യം എന്ന ശംഖ് ലഭിക്കുന്നത്. കാലം കടന്നുപോയി. അത് ആരെയും കാത്തു നിൽക്കാതെ സ്വന്തം താളത്തിൽ ഒഴുകിക്കൊണ്ടേയിരുന്നു. സൂര്യചന്ദ്രന്മാർ ഉദിക്കുകയും അസ്തമിക്കുകയും ചെയ്തു. കൈവെള്ളയിലെ മണൽത്തരികളെ പോലെ വർഷവും ഗ്രീഷ്മവും വസന്തവും ചോർന്നുപോയിക്കൊണ്ടേയിരുന്നു. കണ്ണന്റെയും സുധാമാവിന്റെയും ഗുരുകുലവാസം കഴിഞ്ഞിട്ട് വർഷങ്ങൾ കടന്നുപോയിരുന്നു. കണ്ണൻ ദ്വാരകാധിപനായത് വിധിയുടെ വിളയാട്ടമെന്ന് നിസ്സംശയം പറയാം. കണ്ണന്റെ പ്രിയ ചങ്ങാതി സുധാമാവിന്റെ ഇപ്പോഴത്തെ അവസ്ഥയോ? അമ്മേ, കുഞ്ഞുവാവ ഇതുവരെ കരച്ചിലായിരുന്നു. കുഞ്ഞുവാവയ്ക്ക് വിശക്കുന്നുണ്ട്. അമ്മേ, കുഞ്ഞുവാവ വിശപ്പ് സഹിക്കാതെ ഉറങ്ങിപ്പോയി. എന്റെ പൊന്നുമക്കൾക്ക് വിശക്കുന്നില്ലേ? ഇല്ലേനോ, നല്ലോണം വിശക്കുന്നുണ്ട്. കുഞ്ഞുവാവന്റെ വിശന്നിട്ടുള്ള കരച്ചിൽ കേട്ടിട്ട് സങ്കടം വരുന്നു. എന്റെ പൊന്നുമക്കളെ, നാട് മുഴുവൻ ഭിക്ഷ യാചിച്ചിട്ട് അമ്മയ്ക്ക് ഇതേ കിട്ടിയുള്ളൂ. അമ്മയ്ക്ക് വിശക്കുന്നില്ലേ? ഇല്ല മക്കളെ, അമ്മയ്ക്ക്
എനിക്ക് വിശപ്പില്ല. മക്കൾ കഴിച്ചോളൂ, ബാക്കിയുള്ളവർക്കും കൊടുക്കണേ. എന്റെ ഭഗവാനെ, എന്നാണ് ഈ ദുരിതത്തിനൊരു അവസാനമുണ്ടാകുക? സുശീലേ, കുട്ടികൾക്ക് ഇന്ന് എന്തെങ്കിലും ഭക്ഷണം കൊടുക്കാൻ പറ്റിയോ? അവൻ ഉറങ്ങിയോ? ഇന്നൊരു നെയ്യപ്പം മാത്രമാണ് കിട്ടിയത്. അത് പങ്കിട്ടെടുത്ത് എത്ര കുട്ടികൾ വിശപ്പ് മാറ്റും? എനിക്ക് ജീവിതം മടുത്തതുപോലെ. നീ എന്തൊക്കെയാണ് ഈ പറയുന്നത്? ഇങ്ങനെയൊന്നും നീ പറയാത്തതാണല്ലോ. പിന്നെ ഞാൻ എന്തു പറയും? എനിക്ക് ആഗ്രഹങ്ങളൊന്നുമില്ല. കീറത്തുണി എടുക്കാം, എത്ര വേണമെങ്കിലും മഴയും വെയിലും കൊള്ളാം. ചോർന്നടിക്കുന്ന ഈ കുടിലിൽ എത്ര കാലവും കഴിയാം. പട്ടിണി കിടക്കാം, എനിക്ക് പരാതിയില്ല. പക്ഷെ എന്റെ പിഞ്ച മക്കളുടെ വിഷമുള്ള കരച്ചിൽ അതെനിക്ക് സഹിക്കാൻ കഴിയുന്നില്ല. ഞാൻ എന്താണ് ചെയ്യേണ്ടത്? ബ്രാഹ്മണനായതുകൊണ്ട് കൂലിപ്പണിക്ക് പോലും ആരും വിളിക്കുന്നില്ല. ഭിക്ഷയാചിക്കാൻ മനസ്സനുവദിക്കുന്നില്ല. ഈ നിത്യദാരിദ്ര്യം നമുക്ക് മാത്രം എന്തേ ഭഗവാൻ തന്നത്? ഞാൻ കാരണം നീയും നിത്യദാരിദ്ര്യത്തിന്റെ പടുകുഴിയിലായി. ഞാനൊരു കാര്യം പറയട്ടെ, അവിവേകമാണെങ്കിൽ പൊറുക്കുക. അങ്ങയുടെ സതീർത്ഥ്യനല്ലേ സാക്ഷാൽ ശ്രീകൃഷ്ണൻ. ഭഗവാൻ ഇപ്പോൾ ദ്വാരകാധിപനല്ലേ. സർവസുഖവും അനുഭവിച്ച് ഭഗവാൻ കൊട്ടാരത്തിൽ കഴിയുന്നു. ഭഗവാന്റെ പ്രിയ സ്നേഹിതൻ സുധാമാവ് മുഴുപട്ടിണിയിൽ കുചേലനായി കഴിയുന്നു. നീ എന്താണ് പറഞ്ഞു വരുന്നത്? ഒന്ന് തെളിച്ചു പറയൂ. അങ്ങ് എത്രയും വേഗം ദ്വാരകാപുരിയിലേക്ക് യാത്ര പോണം. ദ്വാരകാധിപനായ അങ്ങയുടെ പ്രിയ സ്നേഹിതൻ കണ്ണനെ കണ്ട് കഷ്ടതകൾ അറിയിക്കണം. ദയാപരനായ കണ്ണൻ അങ്ങയെ സഹായിക്കാതിരിക്കില്ല. സുശീലേ, ദിവസം മുഴുവൻ കണ്ണനെ മനസ്സിൽ ധ്യാനിച്ച് കഴിയുന്നവനാണ് ഈ കുചേലൻ. കൃഷ്ണൻ ഇന്നെന്റെ സ്നേഹിതനല്ല, ഈ ലോകത്തിലെ സർവചരാചരങ്ങളെയും കാക്കുന്ന ഭഗവാനാണ്. എന്നെയും എന്റെ കുടുംബത്തെയും രക്ഷിക്കണമെന്ന് ഇന്ന് വരെ ഞാൻ പ്രാർത്ഥിച്ചിട്ടില്ല. അല്ല, അതിന് ഫലവും ഉണ്ടാകില്ല. ലോകാസമസ്ത സുഖിനോ ഭവന്തു എന്നേ ഞാൻ പ്രാർത്ഥിക്കാറുള്ളൂ. അതൊന്നും എന്റെ മനസ്സിലേക്ക് വരില്ല. എന്റെ മക്കളുടെ വിശപ്പ് ഒരു നേരമെങ്കിലും അടങ്ങണം. അതാണ് എന്റെ പ്രാർത്ഥന. നീ പറയുന്നത് ശരിയാണ്. പക്ഷേ ഞാൻ അവിടെ ചെന്നാൽ ഭഗവാൻ എന്നെ തിരിച്ചറിയൂ. അറിഞ്ഞാൽ തന്നെ എന്നെ സഹായിക്കാൻ അദ്ദേഹം തയ്യാറാകുമോ? എന്നെ കണ്ടാൽ പഴയ സഹപാഠി എന്ന് പറയാൻ അദ്ദേഹത്തിന് നാണക്കേടായിരിക്കും. മുൻധാരണകൾ മാറ്റിവെക്കൂ. തൽക്കാലം പട്ടിണി കിടന്ന് കരയുന്ന നമ്മുടെ കുഞ്ഞുങ്ങളെ ഓർക്കാം. ദയവ് ചെയ്ത് അങ്ങ് ദ്വാരകയിലേക്ക് പോകൂ. ശരി, നമ്മുടെ മക്കളുടെ വിശപ്പിനേക്കാൾ വലുതല്ല എന്റെ അഭിമാനമെന്ന് ഞാൻ അറിയുന്നു. ഞാൻ പോകാം. പക്ഷേ വെറും കൈയോടെ എങ്ങനെയാണ് ഭഗവത് ദർശനത്തിന് പോകുന്നത്? എന്തെങ്കിലും കാഴ്ച അദ്ദേഹത്തിന് നൽകണ്ടേ? ഇവിടെ ഇവിടെ എന്താണുള്ളത് കണ്ണന് കാഴ്ചവെക്കാൻ? സാരമില്ല, സമ്മാനത്തിന്റെ വലിപ്പത്തിലല്ല, അത് നൽകാനുള്ള മനസ്സിലാണ് കാര്യം. നാളെ രാവിലെ മക്കൾക്ക് കൊടുക്കാനുള്ള ഒരു പിടി അവിൽ എന്റെ മടിശീലയിലുണ്ട്. ഇത് വാങ്ങൂ. ശരി, അങ്ങനെയാവട്ടെ. ഞാൻ യാത്ര പുറപ്പെടാം.
സഗമദനി സാ 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 സാഗസനി സാ 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 നിസ സ സ നി ഗ ഗ ഗ നി സ സ സ നി ഗ ഗ ഗ നി സ നി സ ധനി ധനി മദ മദ ഗമ ഗമ നി സ ധനി സ മദ നി സ ഗമ ധനി സ മഗ സഗമദനി സ. അമ്പലമതിലകത്ത് ആളിമാരോടുകൂടി കൂത്തു കാണാൻ പോകും ഇളം തന്നലേ. അമ്പലമതിലകത്ത് ആളിമാരോടുകൂടി കൂത്തു കാണാൻ പോകും ഇളം തന്നലേ. കൊട്ടാരക്കെട്ടിലെന്നെ കാത്തിരിക്കും കൺമണിയെ ആശ്വാസവചനത്താൽ തൊഴുതിടുമോ എന്നിൽ തിരതലും തിടുക്കം നീ ഉണർത്തിടുമോ. അങ്ങനെയല്ല, കിളിവാതിൽ പഴുതിലൂടെ ഒളി കണ്ണെറിഞ്ഞെന്നെ കളിയാക്കാനോടിയെത്തും വെണ്ണിലാവേ. ആരാരും അറിയാതെ ഞാൻ ചൊല്ലി തന്നതെല്ലാം അവിടെ പോയതുപോലെ പറഞ്ഞു നീ. അതുമാത്രം ഒഴിയുവാൻ മറന്നു നീ. കിളിവാതിൽ പഴുതിലൂടെ ഒളി കണ്ണെറിഞ്ഞെന്നെ കളിയാക്കാനോടിയെത്തും വെണ്ണിലാവേ. ആരാരും അറിയാതെ ഞാൻ ചൊല്ലി തന്നതെല്ലാം അവിടെ പോയതുപോലെ പറഞ്ഞു നീ. അതുമാത്രം ഒഴിയുവാൻ മറന്നു നീ. കിളിവാതിൽ പഴുതിലൂടെ ഒളി കണ്ണെറിഞ്ഞെന്നെ കളിയാക്കാനോടിയെത്തും വെണ്ണിലാവേ. ഞാനൊരു കാര്യം ചോദിച്ചാൽ അങ്ങ് സത്യം പറയുമോ? എന്റെ പ്രിയപ്പെട്ടവരോട് മാത്രമല്ല, സകല ചരാചരങ്ങളോടും ഈ കണ്ണൻ സത്യമേ പറയും. അതുകൊണ്ടാവും സ്നേഹമുള്ളവർ അങ്ങയെ കള്ളക്കണ്ണൻ എന്ന് വിളിക്കുന്നത്. അങ്ങേക്ക് ഏറ്റവും പ്രിയപ്പെട്ട പത്നി ഞങ്ങളിൽ ആരാണ്? എന്റെ ഇടത് കണ്ണോ വലത് കണ്ണോ ഏതാണ് എനിക്ക് പ്രിയപ്പെട്ടത് എന്ന് ചോദിച്ചാൽ ഒരുപക്ഷെ ഏതെങ്കിലും ഒരു കണ്ണ് ഞാൻ ചൂണ്ടിക്കാണിച്ചേക്കാം. പക്ഷേ രുക്മിണിയോ സത്യഭാമയോ എന്ന ചോദ്യത്തിന് എനിക്കൊരൊറ്റ ഉത്തരമേ ഉള്ളൂ. രണ്ടുപേരും എന്റെ ജീവന്റെ ജീവനാണ്. അത് നിലച്ചാൽ പിന്നെ ഞാനില്ല. സത്യം. അത് പോട്ടെ, നമുക്കല്പം പകിട കളിച്ചാലോ? ആവാം. നെയ്യാമ്പൽ കൊണ്ട് നിർമ്മിച്ച പകിടയും വീട്ടിത്തടിയിലെ കളങ്ങളും കറുപ്പും വെളുപ്പും കരുക്കളും ചേർന്ന ഈ കളിക്കളത്തിൽ മത്സരിച്ചാൽ എന്റെ പ്രിയസഖിമാരോ ഞാനോ ആരാണ് വിജയകിരീടം അണിയുക എന്ന് നോക്കാമല്ലോ. എന്നെ വിളിച്ച് കേഴുന്നുണ്ട്. നരനോ വാനരനോ ദേവനോ അറിയില്ല. ഞങ്ങൾ കേട്ടില്ലല്ലോ. ചിലപ്പോൾ അങ്ങേക്ക് തോന്നിയതാവും. നിങ്ങൾ കേട്ടില്ല എങ്കിൽ അതേതോ മനുഷ്യന്റെ ആത്മാവിൽ നിന്നുള്ള രോദനമായിരിക്കും. എനിക്ക് ആ വിളി കേൾക്കാതിരിക്കാനാവില്ല. കാരുണിക്കൂ മുഖം
ചങ്ങാതി, ഈ ദ്വാരകയിലേക്ക് വരാൻ ഇത്ര താമസിച്ചതുണ്ടേ? എന്റെ പ്രിയ സതീർത്ഥ്യനെ ഞാൻ കണ്ണുറയെ കാണട്ടെ. സത്യഭാമേ, തെളിനീർ കൊണ്ടുവരും. യമുനയിലെ ഈ തെളിനീർ സുധാമാവിന്റെ പാദം കഴുകിയപ്പോൾ പുണ്യതീർത്ഥമായിരിക്കുന്നു. ഇത് ശിരസിലണിയും. ഇത്രയും കാലം താങ്കൾ എവിടെയായിരുന്നു? എന്നെ വളരെ മറന്നുപോയത്. ഗുരുകുല പഠനത്തിന് ശേഷം ഒരിക്കൽ പോലും എന്നെ കാണാൻ വന്നില്ലല്ലോ. ഈ സുഹൃത്തിനെ ഓർക്കാൻ താങ്കൾക്ക് നേരമില്ലായിരുന്നു. ഭാര്യയും കുട്ടികളും സുഖമായിരിക്കുന്നല്ലോ. ഈ വെറുന്തിയോടെ ആയിരിക്കില്ലല്ലോ വന്നത്. എനിക്ക് തരാൻ എന്താ കൊണ്ടുവന്നിരിക്കുന്നത്? എനിക്ക് വാക്കുകൾ കിട്ടുന്നില്ല. ഭഗവാനെ ദർശിച്ചപ്പോൾ തന്നെ എന്റെ ജീവിതം ധന്യമായി. കൃഷ്ണ, എനിക്കായി കൊണ്ടുവന്ന കാഴ്ചയിൽ നിന്നും താങ്കൾ ഒഴിഞ്ഞു മാറുന്നു. എവിടെ എവിടെ എവിടെയാണത്? തരൂ. ഹായ്, അവിൽ. സുധാമാവിനെ കുചേലനാക്കിയതും ഗോപാലകനായ കണ്ണനെ യദുകുലനാഥനാക്കിയതും ഈ ഒരു പിടി അവിൽ നിമിത്തമാണ്. പണ്ട് കാട്ടിൽ വെച്ചുണ്ടായ കടം വീട്ടാൻ അവില് തന്നെ കൊണ്ടുവന്നല്ലോ ചങ്ങാതി. മതി, 2 പ്രാവശ്യമേ അങ്ങനെ കഴിക്കാവൂ. മൂന്നാമത് അങ്ങ് കഴിക്കാൻ പാടില്ല. കുറെ നാൾ കൊട്ടാരത്തിൽ തങ്ങിയിട്ട് തിരിച്ചു പോയാൽ മതി. ദ്വാരപാലകന്മാരെ അയച്ച് കുടുംബത്തെ ദ്വാരകയിൽ എത്തിക്കാം. വേണ്ട വേണ്ട കൃഷ്ണ, ഈ ദർശനം തന്നെ പുണ്യം. എനിക്കത് മതി. എങ്കിൽ ചോദിക്കൂ സുധാമാവേ, ഞാൻ എന്താണ് താങ്കൾക്ക് വേണ്ടി ചെയ്യേണ്ടത്? ഈ ജന്മം മുഴുവൻ ആനന്ദിക്കാൻ ശ്രീകൃഷ്ണ ദർശനം തന്നെ ധാരാളം. ഞാൻ മടങ്ങാൻ. എങ്കിൽ ശരി, ഞാൻ തടയുന്നില്ല. പോയി വരും. പോകുമ്പോൾ വഴിക്ക് ഭക്ഷിക്കാൻ ഒരുപിടി അതിൽ തരട്ടെ. പണ്ട് ഗുരുതം ഇതന്നയച്ചതുപോലെ. ബാലകനാകിയ നാൾ മുതലൻ മനം ശ്രീരകമാക്കിയതല്ലയോ നീ. ബാലകനാകിയ നാൾ മുതലൻ മനം ശ്രീരകമാക്കിയതല്ലയോ നീ. അവിധിയില്ല ഞാൻ എങ്കിലും പിണങ്ങാത്ത അടിയന്റെ അലിവോലി കണ്ണനല്ലേ. അഴകണ്ടലിയുന്ന മനുഷ്യനാണ്. കണ്ണിനെ കൺകുളിർക്കെ കണ്ട് എന്റെ കണ്ണ് മഞ്ഞളിച്ചു പോയോ? ഈശ്വര, സ്വന്തം ഗൃഹത്തിലേക്കുള്ള വഴി തെറ്റിപ്പോയിരിക്കുന്നു. അതിനി വല്ലവരോടും ചോദിക്കേണ്ടി വരുമല്ലോ. വരൂ അച്ഛാ, അമ്മ കാത്തിരിക്കുന്നു. സുശീലേ, എനിക്കെന്റെ കണ്ണുകളെ വിശ്വസിക്കാം. വിശ്വസിക്കാം. അങ്ങ് കണ്ണിന് നൽകിയ ഒരു പിടി അവിൽ ഭഗവാൻ കഴിച്ചതുകൊണ്ടാവാം നമ്മുടെ സൗഭാഗ്യങ്ങൾ പൂർണ്ണതയിലെത്തിയിരുന്നു. എന്റെ കണ്ണ, ഒന്നും ചോദിക്കാതെ നീ എനിക്ക് വേണ്ടതെല്ലാം നൽകി. കൃഷ്ണ, ഭഗവാനെ, ഭക്തവത്സല.
സുധാമാവേ, നിന്റെ ഭക്തി ശുദ്ധമാണ്. ഒരു ഭക്തൻ സ്നേഹത്തോടെ നൽകുന്ന ഒരു പിടി അവലിനോളം വരില്ല വൈകുണ്ഠത്തിലെ ഒരു നിധി. ഞാൻ എന്ന ഭാവം വെടിഞ്ഞ് നീ എന്ന അക്ഷരത്തിലേക്ക് എത്തുന്നതാണ് യഥാർത്ഥ ഭക്തി. ഒരു ഭക്തൻ എനിക്ക് നൽകുന്ന ഒരു ഇലയോ പൂവോ അല്പം ജലം നൽകിയാൽ പോലും നിർമ്മലമായ മനസ്സിനെ ഞാൻ കൊണ്ടു. ഭക്തി എന്നാൽ ഭയമല്ല, അതൊരു തിരിച്ചറിവാണ്. ഭക്തി എന്നത് കേവലം വഴിപാടുകളല്ല, മറിച്ച് സമർപ്പണമാണെന്ന് ഞാൻ തിരിച്ചറിയുന്നു. എല്ലാ മനുഷ്യനും ഭക്തനാണ്. ഭക്തി അവന്റെ ഉള്ളിൽ ക്ലാവ് പിടിച്ച് മറഞ്ഞിരിക്കുന്നുണ്ടെങ്കിൽ അത് ഭസ്മമിട്ട് തുളച്ചു മിനുക്കിയാൽ തങ്കം പോലെ തിളങ്ങും. അറയിൽ ഭഗവതിയും മൂവന്തിക്കാളിയും നമ്മെ അനുഗ്രഹിക്കട്ടെ. സ്നേഹം. നന്ദി, നന്ദി, നമസ്കാരം. നാടകരചന, സംവിധാനം ബാബുരാജ്.